ഗഡിയോളെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇപ്പോൾ ഡാമിലേക്കാണ് കേട്ടോ. വടക്കാഞ്ചേരിയിൽ വീടായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് വാഴാനി ഡാം. ഒരാൾക്ക് 20 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ വാഴാനി ഡാം. ഇഷ്ടം പോലെ ഏരിയ ഉള്ളതുകൊണ്ട് ഇവിടെ കമിതാക്കൾ തൊട്ട് ഫാമിലീസ് വരെ പല മരച്ചോട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂട്ടാ. ഇപ്പം നല്ല വെള്ളമുള്ള സമയത്തുകൊണ്ട് ഡാം കാണാൻ നല്ല രസമാട്ടാ. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മലയണ്ണാനും കുരങ്ങന്മാരെയും മാത്രമാണ് കേട്ടോ. ഇത്തവണ പോയപ്പോൾ കുരങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ ഊഞ്ഞാല് കണ്ട വിടാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഊഞ്ഞാല് പണിതിട്ടുണ്ട്. ഡാമിൻ്റെ ടോപ്പ് സൈഡിൽ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് പാർക്കിൽ കൂടെയാണ് കേട്ടോ അപ്പുറത്തേക്ക് പോയത്. ഇവിടെ ഗാർഡനൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നല്ല സൈലൻറ്റ് സ്ഥലമായതുകൊണ്ട് ഇവിടെയൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു ഫീലാ. അവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ ഡാമിലെ വെള്ളം തുറന്ന് കനാലിൽ കൂടെ വെള്ളം പോണത് കാണാൻ പറ്റും കേട്ടോ. ഷട്ടർ തുറന്ന് ഈ വെള്ളം പോണത് കാണാനും നല്ല രസമാട്ടാ. ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മൾ നേരെ പോണത് മേലെയുള്ള തൂക്കുപാലത്തിലേക്കാണ്. തൂക്കുപാലത്തിന് ഞങ്ങൾ 2 പേരായതുകൊണ്ട് വലിയ ആട്ടമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 10-15 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആട്ടി ഒലച്ച് പോവായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങേ തലക്കിൽ ഡാമിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടാ. അങ്ങനെ ഒന്നിനും കണ്ടില്ലോ എന്നുള്ള വിഷമത്തിൽ പോകുമ്പോഴാണ് നമ്മൾ ഒരു മലയണ്ണാനെ കണ്ടത്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാട്ടാ. പത്താഴക്കുണ്ട് ഡാം വഴി പൂമല ഡാമിലേക്ക്. പഴനി ഡാമിൽ നിന്ന് അരമണിക്കൂറിൻ്റെ വഴിയുള്ള ഈ പൂമല ഡാമിലേക്ക്. പൂമല ഡാം പിന്നെ അന്നും ഇന്നൊക്കെ ഒരേപോലെയാണ്. ഇവിടെ ടിക്കറ്റും വേണ്ട, പൈസയും വേണ്ട. ഡാമിൻ്റെ ഒരു സൈഡിൽ ചൂണ്ടക്കാരുണ്ടാവുന്നുണ്ടെങ്കിൽ വേറൊരു സൈഡിൽ ചെറിയ വെള്ളച്ചാട്ടത്തിൽ ആൾക്കാർ കുളിക്കണതും കാണാം. ഈ ഡാമൊക്കെ എൻ്റെ വീടിൻ്റെ 10 കിലോമീറ്റർ ഉള്ളിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ചെറുതായിട്ട് ബോട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടോ. ഇവിടുന്ന് പിന്നെ നമ്മൾ താഴെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ നേരെ പിന്നെ അങ്ങോട്ടാണ് കേട്ടോ പോയത്. ഇതൊക്കെ മേലെ നിന്ന് നോക്കിയാൽ തന്നെ കാണാവുന്നതല്ലോ. ഈ വെള്ളത്തിൽ പിള്ളേർ ടീമൊക്കെ ആയിട്ട് വന്നിട്ട് കുളിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാറുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല വെള്ളം ഒരു ചെറിയ അളവിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ആ വെള്ളത്തിൽ നമ്മൾ കണ്ണകീനൊന്ന് മുക്കിയെടുത്തു. അവൾക്ക് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. എവിടെ വെള്ളം കണ്ടാലും കുറച്ച് നേരം അതിൽ കളിക്കണം. ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇതേപോലെ പുറത്ത് പോകാനോ എവിടേക്കും കറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ പോലും പറ്റാവുന്നിടത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. അതെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ലൈഫ് ബോറായി പോയില്ലേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ.